നമസ്തേ. ഗംഗാവലി നദിയിൽ അർജുനായുള്ള തെരച്ചിൽ 10ാം ദിവസവും പിന്നിട്ടിരിക്കുന്നു. നദിയിൽ ട്രക്കുണ്ടെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അർജുൻ എവിടെ എന്നതാണ് ചോദ്യം. നദിയിലെ കനത്ത അടിയൊഴുക്ക് മുങ്ങൽ വിദഗ്ധർക്ക് തലവേദനയായിരിക്കുകയാണ്. അർജുന് അടുത്തെത്തിയോ? നമുക്ക് പരിശോധിക്കാം. റിട്ടയേർഡ് കേണൽമാരായ ശ്രീ എസ് ഡിനി, ശ്രീ സുരേഷ് നാരായണൻ എന്നിവ ചേരുന്നു അതിഥികളായി. രണ്ട് അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ഡിനി, 4 ലോഹ വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി ഇന്ന് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇന്നത്തെ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറയുന്നു. കനത്ത അടിയൊഴുക്ക് ആണെന്ന് പറയുന്നു. പക്ഷേ എങ്കിലും ചില സൂചനകൾ ഒക്കെ ലഭിച്ചിരിക്കുന്നു. ഇനിയും എത്ര നാൾ ഈ തിരച്ചിൽ തുടരും? ശ്രീ അനിൽ, ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എത്ര നാൾ കൃത്യമായിട്ട് പറയാൻ, എത്ര സമയം കൊണ്ട് ഇത് തീരും? കാരണം ഇങ്ങനത്തെയൊക്കെ ഓപ്പറേഷനിൽ ഒരിക്കലും ഒരു ടൈം ഫ്രെയിം നമുക്ക് മുൻകൂട്ടി കണ്ട് അതിനെ ആ ഒരു ടൈം ഫ്രെയിമിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി അല്ല. കാരണം ഇതിനകത്ത് ധാരാളം ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് മുമ്പാണ് ശ്രീ മേജർ ജനറൽ ഇന്ദ്രപാലൻ സാറിന്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ കേട്ടത്. അതായത് അവർ രാത്രി ഈ തെർമൽ ഇമേജസ് വെച്ച് ചെയ്യാൻ വേണ്ടിയിരുന്ന പ്ലാൻ, അത് അവിടെ ഭയങ്കരമായിട്ട് ഒരു മഴ വരികയും അതുമാത്രം അവരുടെ വർക്ക് സ്റ്റേഷനിൽ അത് കുറച്ച് ചെറിയൊരു രീതിയിലൊക്കെ ഉള്ള ഒരു ഡാമേജ് അല്ല, പക്ഷെ അവർക്കൊരു കുറച്ചൊരു ചാലഞ്ച് അവിടെ വന്നു. അപ്പൊ അത് കാരണം ഇന്ന് രാത്രിത്തെ ബാക്കിയുള്ള രാത്രി ചെയ്യാനിരുന്ന ആ ഡ്രോൺ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ മാറ്റിവെച്ചിരിക്കുന്നതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, കാരണം നമ്മൾ ഈ പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രകൃതി എന്നുള്ള വലിയൊരു ശക്തിയുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവിടെ എവിടെയായാലും അതിന്റെ വേരിയസ് ഫോംസ് പുറത്തു വരും. അപ്പം അതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അത് പെട്ടെന്ന് മഴ വരും, അതിഭയങ്കരമായിട്ടുള്ള ഒരു മഴയാണ്. പിന്നീട് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടും, അത് കഴിഞ്ഞിട്ട് വീണ്ടും മഴ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എത്ര ദിവസം എടുക്കും അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ആ വഴിയിലോട്ട് സഞ്ചരിച്ചോട്ട് ഇരിക്കുകയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. എനിക്കറിയാം, നമ്മൾ 10 ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷനിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് അർജുന്റെ വീട്ടുകാരെ സംബന്ധിച്ചോളം ആ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായിട്ടുള്ള കാത്തിരിപ്പാണ്. അത് അനുഭവിച്ചുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു ഫുൾ സിസ്റ്റം, ഭാരതത്തിന്റെ കംപ്ലീറ്റ് സിസ്റ്റം, അതിന്റെ ഫുൾ റിസോഴ്സസ് ഉപയോഗിച്ച് അവിടെ ആ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷെ പ്രകൃതിയായിട്ടുള്ള ഒരു ചാലഞ്ചസ് ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ മനുഷ്യന് സാധിക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം ഇപ്പം ആ ഒരു പുഴയുടെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞു, കറന്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഒരു 8 നോട്ടാണ് അതിന്റെ മേളിൽ. അടിയൊഴുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു 2-3 കൂടുതലായിരിക്കും, ഒരു 10-11 നോട്ട് വരെയൊക്കെ പോകും. അപ്പൊ സാധാരണ രീതിയിൽ സാധാരണ മനുഷ്യന് ഒരു 2 നോട്ട് വരെയൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ട്രെയിനിങ് കിട്ടിയ ഇതുപോലത്തെ ഡൈവേഴ്സിന് അവർ 3 വരെയൊക്കെ കുറച്ചുകൂടെ റിസ്ക് എടുത്ത് പോകും. അത് തന്നെ വളരെ ഒരു പാടുള്ള കാര്യമാണ്. പക്ഷെ 10-11 നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ക്ഷമ വേണം. ക്ഷമയോടെ തന്നെ നമുക്ക് വിശ്വാസമുണ്ട്. കാരണം അത് കുറച്ച് സ്ലോ ആണെങ്കിൽ തന്നെയും അത് ഒരു ഡെഫിനറ്റ് കൺക്ലൂഷനിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണെന്ന് നമുക്കിപ്പം പറയാൻ സാധിക്കും. യെസ്, ശ്രീ സുരേഷ് നാരായണൻ, ഇപ്പോൾ ഈ ലോറി ഈ പുഴയുടെ അടിയിൽ മണ്ണിൽ ഉറച്ച നിലയിലാണ് എന്ന് പറയുന്നു. ഈ ലോറിയെ കരയിലേക്ക് കൊണ്ടുവരിക അതും ദുഷ്കരമാണ് എന്നും പറയുന്നു. എന്തായാലും ഈ ലോറിയിൽ നിന്ന് വേർപെട്ട നിലയിൽ തടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ക്യാബിനും ഈ ട്രക്കും ലോറിയും വേർപെടാനുള്ള സാധ്യത ഇല്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ എങ്കിലും അവിടെയും ചോദ്യം അവശേഷിക്കുകയാണ്. അർജുൻ ആ ക്യാബിനകത്തുണ്ടാകുമോ, അതോ അർജുൻ ഒരുപക്ഷെ പ്രാണരക്ഷാർത്ഥം
ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാകുമോ? അല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നില്ലേ? അപ്പോൾ വീണ്ടും എല്ലാം അർജുനിലേക്ക് എങ്ങനെ എത്തും? അതൊരു ഒരു പ്രഹേളികയായിട്ട് തന്നെ അവശേഷിക്കുകയല്ലേ? ശരിയാണ്. ഇത് ഓരോ സ്റ്റേജസിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഇൻസിഡന്റ് നടന്നത്, ഈ സംഭവം നടന്നത്, ആദ്യം ലാൻഡ് സ്ലൈഡ് വന്നു, ആ വണ്ടി മൂടിക്കെട്ടി, അത് കഴിഞ്ഞിട്ട് അത് ഒഴുക്കിൽ പെട്ടിട്ട് പിന്നെ വെള്ളത്തിന്റെ ചാലിൽ വീഴും, അത് മറിഞ്ഞ് ഒരു ടോപ്സി ടേർ വീഴും, ഇങ്ങനെ വളഞ്ഞ് ഒരു പന്ത് എറിയണ പോലെ അതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വീഴും. എന്നിട്ട് അത് അവിടെ സ്റ്റക്കായിപ്പോ ഈ ആങ്കർ, ഈ കയറുകൾ കെട്ടിവെച്ചത് അതെല്ലാം പൊട്ടിയിട്ട് ഈ മരങ്ങളെല്ലാം കുറച്ച് പോയിണ്ടാവും, കുറച്ച് പറ്റുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നടന്നേക്കണേ. അപ്പൊ നമ്മളിത് അനലൈസ് ചെയ്ത രണ്ട് കാര്യമുണ്ട്. ഒരെണ്ണം, ഇപ്പോ ഈ ഫിറ്റ്വെയർ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ മേ ബി നമുക്ക് ലാൻഡ് തന്നെ റിക്കവർ ചെയ്യാം. പക്ഷെ വൈകിപ്പോയി, ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്ന കാരണം ഇപ്പോ ഡെനി പറഞ്ഞ പോലെ ഈ ഞാനും അത് ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പ്രത്യേക ഒരു സാഹചര്യമാണ്. ബിക്കോസ് ഈ ഡീപ് സീ ഡൈവേഴ്സ് ട്രെയിൻ ചെയ്തിട്ടും അവിടെ പ്രവർത്തിക്കുന്നതും അത് ഭയങ്കര ഡിഫറെന്റ് ഇത് സിറ്റുവേഷൻസ്. ഇവിടെ കറന്റ് 11 knots 10 knots ഓട്ടെ വിസിബിലിറ്റി, കലങ്ങിയ വെള്ളം ഒന്ന്. രണ്ടാമത്തത് ഈ ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് ഈ വെള്ളത്തിന്റെ കൂടെ കല്ലും മരങ്ങളും തടസ്സപ്പെട്ടിട്ട് ഈ ചുഴി ഉണ്ടാവും, ഒരു വേൾപൂൾസ് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ചുഴിയിൽ പെട്ടുപോകും. അപ്പോ വിസിബിലിറ്റി കുറഞ്ഞു, അവരുടെ അടുത്തുള്ള ഇക്വിപ്മെന്റിന്റെ കേപ്പബിലിറ്റിന് മേലെ വിസിബിലിറ്റി ചീത്തയായിട്ട്. അതുപോലെ ഈ ചുഴി ഇത് പിന്നെ ഇനി റിക്കവറിയിൽ വേറൊരു ഇത് എന്തിനാ ഈ കറന്റിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഒന്ന് കാലാവസ്ഥ നന്നാവണം എന്ന് പറയണെന്ന് വെച്ചാൽ, ഇത് റിക്കവർ ചെയ്യണമെങ്കിൽ ഈ ക്രെയിൻ തന്നെത്താനെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഈ ഡൈവേഴ്സ് പോയിട്ട് ആങ്കർ ചെയ്തിട്ട് ഈ സ്റ്റീൽ വയർ റോപ്പാണ് അത് കെട്ടിവെച്ചിട്ട്, അതൊരു ഭയങ്കര ദൗത്യമാണ്. അത് കെട്ടിയിട്ട് ഇതിനെ ആങ്കറിൽ ഫിക്സ് ചെയ്ത് ഇതിനെ, അത് ജസ്റ്റ് ഇമാജിൻ, ഇത് നമ്മൾ ഭൂമിയിൽ ചെയ്യുമ്പോൾ എന്തുമാത്രം പ്രയാസങ്ങളില്ല. ഒരു കയർ കെട്ടി അതിനെ ആങ്കർ ചെയ്തിട്ട് അതിനെ ഈ ക്രെയിനിന്റെ കൂടെ ചേർത്ത് വരുമ്പോഴേക്കും ഇഷ്ടംപോലെ സമയം നമുക്ക് ഗ്രൗണ്ടിൽ നടക്കും. അത് ഇനി നമുക്ക് അണ്ടർ വാട്ടർ ചെയ്യണം. അപ്പൊ എന്തുമാത്രം വിസിബിലിറ്റി വേണം ഒന്ന് ആലോചിച്ച്. ഇറ്റ് ഇസ് വെരി ഈസി ടു സേ എന്തൊക്കെ നടക്കും, എപ്പോ തീരും. സോ ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പൊ അതൊരു ഭയങ്കര ചാലഞ്ചാണ്. ഇൻഫാക്ട് അവർക്ക് ഒരു ന്യൂ ലാൻഡ്മാർക്സ്, ന്യൂ ലെസൺസ് ആർ ബീങ് ലേൺഡ് ആൻഡ് ഫാന്റാസ്റ്റിക് വർക്ക് ജനറൽ ഇന്റർബാലൻസ് സർ ഇസ് ഡൂയിങ്. ഈ ഇക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ഔട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇപ്പോഴത്തെ ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നതിന്റെ ഒരു ഭയങ്കര വലിയ നല്ല എക്സാമ്പിളാണ്. വി ആർ നോട്ട് ഡിപെൻഡന്റ് ഓൺ ഫോറിൻ ഇക്വിപ്മെന്റ്സ്, വി ആർ ട്രൈങ് അവർ ഓൺ ഇക്വിപ്മെന്റ്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ആവിഷ്കരിച്ച ഇക്വിപ്മെന്റ് കൊണ്ട് ട്രയൽ നടത്തി ഇത് എന്തെങ്കിലും ഒരു ലെവലിൽ എത്തിക്കും, അത് എനിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ വിത്ത് സച്ച് സീനിയർ ഓഫീസേഴ്സ് ഗൈഡിങ് ദം ആൻഡ് സച്ച് എക്സ്പീരിയൻസ് പീപ്പിൾ, അവർക്ക് അനുഭവ സമ്പത്തുണ്ട്, അവരെ കാര്യസാധ്യത്തിൽ എത്തിക്കും. അത് നല്ല പ്രതീക്ഷയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് ഇങ്ങനത്തെ ഈ ചാനൽസ്, ഇങ്ങനത്തെ ഈ വാട്ടറിന്റെ ഫ്ലോയില് ഞാൻ ആദ്യം റിപ്പീറ്റ് ചെയ്തു ഫോർ ദ സേക്ക് ഓഫ് റിപ്പീറ്റിംഗ്. ഇത് ബ്രഹ്മപുത്രയിലും തീസ്തയിലും കണ്ടിട്ടുള്ളൂ. ഇപ്പോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ നൗ, ഈ ഹൗ ടു ചാനലൈസ് ദി വാട്ടർ. ഈ വാട്ടർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞു ഡാംസും ഇതും ഇറിഗേഷൻ കനാൽസ്, ഈ സബ്സിഡറി കനാൽസ് ഒക്കെ ഈ അപ്സ്ട്രീമിലും വെള്ളം പെയ്യുന്നുണ്ട്, മഴ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വെള്ളം കളക്ട് ആവാണ്. അപ്പൊ ഡാംസിലൊക്കെ സ്റ്റോറേജിന്റെ കപ്പാസിറ്റി ഫുള്ളായി, ഇറിഗേഷൻ കനാൽസ് എല്ലാം ഫുള്ളായി. ഇനിയിപ്പോ വേറൊരു മാർഗമില്ല പോവാൻ. അപ്പൊ ദിസ് കോൾസ് ഫോർ അറ്റൻഷൻ. ഐ മീൻ ദർ ഇസ് ഇതർ അധികം റെയിൻഫോൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദർ ഇസ് ഫർദർ റിക്വയർമെന്റ് ഓഫ് എ ഡാം ഓർ സംതിങ് അറ്റ് എ ഫ്യൂച്ചർ സ്റ്റേജ്. ഇപ്പൊ നമ്മൾ ഇത് ഹോളിസ്റ്റിക്കലി ഇത് തിങ്ക് ചെയ്യണം. ഇത് കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഈ സംഭവം നടക്കാതിരിക്കാൻ നമ്മൾ റിവേഴ്സിനെ ടൈം ചെയ്യാൻ, നമ്മൾ റിവറിനെ കൺട്രോളിൽ കൊണ്ടുവരണം. അതാണ് നമുക്ക് ഇങ്ങനെ അങ്ങനെ വൈൽഡായിട്ട് ഈ ബ്രഹ്മപുത്ര പോണ പോലെ, തീസ്ത പോണ പോലെ അത് പോണ സൗത്തിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ഇത് പേഴ്സണലി. ഫസ്റ്റ് ടൈം ഐ ഹാവ് സീൻ ഇതുപോലെ ബ്രഹ്മപുത്രയും തീസ്തയിലുള്ള കറന്റ് പോലെയാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇൻഫാക്ട് തീസ്തയിൽ ഒരു
ബസ് പോയിട്ട് 21 days എടുത്തിട്ടുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് 93 ഞാനുണ്ടായിരുന്നപ്പോ 21 ദിവസം എടുത്തേ. ജസ്റ്റ് ഇമാജിൻ. ഇത് മഴക്കാലത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് SWR സ്നാപ്പ് ആവും, താഴെ വീഴും. പിന്നെ അത് ബിക്കോസ് ബസ്സിൽ പാസഞ്ചേഴ്സ് അവരുടെ ഡെഡ് ബോഡിയെങ്കിലും റിക്കവർ ചെയ്യണം അത് വീട്ടുകാർക്ക് കൊടുക്കാൻ. അപ്പൊ അത് ഒരു കംപ്ലീറ്റ് പട്ടാളമാണ് ഇത് ചെയ്തത്. അത് ഭയങ്കര ദൗത്യമായിരുന്നു. ഇറ്റ് വാസ് ഹെർക്കുലിൻ ടാസ്ക്. ഭയങ്കര വിഷമം ഉള്ള കാര്യമായിരുന്നു. അപ്പൊ അതുപോലെ അല്ലെങ്കിലും ഇത് ഡെഫിനറ്റ്ലി ഇത് മേ ബി 2-3 days, 2 days, tomorrow or day after it might finish. Let's hope so. It is very challenging. Please try to understand. Don't put pressure on anybody. They are doing their job. That is all I have to say. യെസ്, ശ്രീ ഡി, ഈ ഇന്നൊരു മൃതദേഹ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം 3 പേരെയാണ്, അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് കണ്ടെത്തേണ്ടത്. അർജുൻ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അഥവാ ഈ ക്യാബിനിൽ തന്നെ അർജുൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൃതദേഹം ഉണ്ടെങ്കിൽ, അതും ഒരുപക്ഷെ ചീഞ്ഞഴുകിയ നിലയിൽ ആയിരിക്കില്ലേ? അങ്ങനെ ആ ഒരു അർജുൻ എന്ന വ്യക്തി അതുപോലെ നമുക്ക് കിട്ടാനുള്ള സാധ്യത തുലോം കുറവല്ലേ? ശ്രീ അനിൽ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം ഈ ഒരു വിഷയം ഇതിങ്ങനെ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് ഒരു വിഷമമുള്ള കാര്യമായിരിക്കും. അപ്പം നമുക്ക് ഇപ്പോഴും ഓപ്പറേഷന്റെ ആ ഒരു പൂർത്തി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് എന്റെ ഒരു അഭ്യർത്ഥന, ശ്രീ അനിൽ. തീർച്ചയായും. I totally agree. Let's not discuss that. Okay. Yes, I agree with you. ഇവിടെ ഈ അപകടം നടന്ന ദിവസം തന്നെ ഈ വാഹനം ട്രക്ക് വെള്ളത്തിലുണ്ടാകുമെന്ന് കർണാടകത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. 5 ദിവസങ്ങൾക്ക് ശേഷം ഈ രംഗത്തിറങ്ങിയ സൈന്യവും അത് തന്നെ ആവർത്തിച്ചു. പക്ഷേ കേരളത്തിൽ നിന്ന് പോയ ചിലർ, പിന്നെ കേരളത്തിൽ നിന്ന് സ്വയം പ്രഖ്യാപിത ജീവൻ രക്ഷാപ്രവർത്തകർ, അവരൊന്നും അത് സമ്മതിച്ചില്ല. അപ്പോൾ നേരത്തെ തന്നെ ഈ നദിയിൽ, ഗംഗാവലി നദി കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ, ഇപ്പോൾ കാലാവസ്ഥ മോശമാണ്, പിന്നെ പലതും അനുകൂലമായിട്ടല്ല ഉള്ളത്. ഈ രക്ഷാപ്രവർത്തകർക്ക് അല്ലെ ദൗത്യ സംഘത്തിന് അനുകൂലമായിട്ടുള്ളതൊന്നുമല്ല. ഇന്ന് തന്നെ ഇപ്പോൾ തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യത ഏറെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും ശ്രീ അനിൽ, നമ്മൾ ഇതിനെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതായത് ആദ്യത്തെ 2 ദിവസം അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അവർക്ക് ഈ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാനും അതിന്റെ രീതിയിൽ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നമുക്കിപ്പം ആരെയും കുറ്റം പറയാനല്ല, ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അത് പറഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നും എനിക്കറിയാം. പക്ഷെ എന്നാലും അതൊരു വസ്തുതയാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഈ വീട്ടുകാര് അവിടെ ചെന്നപ്പം അവരെ ഒരു മിനിമം ഇൻഫർമേഷൻ പോലും കൊടുക്കാൻ ആരുമില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കൺട്രോൾ റൂമാണ്. ഒരു കൺട്രോൾ റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ആളുകൾക്ക് വിളിച്ച് ഇൻഫർമേഷൻ കിട്ടാനും ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാനുമുള്ള ഒരു കൺട്രോൾ റൂം അവിടെ സ്ഥാപിച്ചില്ലായിരുന്നു. അപ്പൊ ഇവര് പോയി അവിടെ പോലീസിനടുത്ത് പോയപ്പം വേറെ സ്ഥലത്ത് പോകാൻ പറഞ്ഞു, വേറെ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ 2 ദിവസം അവരിങ്ങനെ കറങ്ങി നടന്നിട്ടാണ് പിന്നീടാണ് ഇവിടുന്ന് മാധ്യമ ആളുകളെല്ലാം പ്രഷർ ചെലുത്തി, പിന്നെ പൊളിറ്റിക്കൽ പ്രഷർ വന്നപ്പോഴാണ് അവർ അതിന്റെ ഒരു ഫുൾ മൈറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് കംപ്ലൈന്റ് പറയാൻ യാതൊരു കാര്യമില്ല. അവര് ഇപ്പൊ തന്നെ നടക്കുന്ന പ്രവർത്തനം ആബ്സല്യൂട്ട്ലി പ്രൊഫഷണൽ രീതിയിലാണ് നടക്കുന്നത്. അതിനകത്തൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ആ ഗോൾഡൻ പീരിയഡ് അവർ മിസ് ചെയ്തു. അതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഞാൻ വേണമെങ്കിൽ നമുക്കിപ്പം പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് ആ ട്രക്കിൽ നിന്നുള്ള ഈ തടിക്കഷ്ണം അത് ഡൗൺ സ്ട്രീമിൽ ഏകദേശം 5 കിലോമീറ്റർ ഏതോ സൈഡിലുള്ള ആ ഒരു അവിടെ ആ പുഴയുടെ തീരത്ത് ആ വീട്ടുകാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പം അവർ പറഞ്ഞ അന്ന് തന്നെ ഈ ആക്സിഡന്റ് നടന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് വന്ന ദിവസം തന്നെ ഈ തടി കഷ്ണങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് അവർ കണ്ടു.
അപ്പൊ എന്റെ ചോദ്യം, ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് അവർക്ക് എനിക്ക് തോന്നുന്നു അന്ന് ഇങ്ങനൊരു ഒരു ലോറി വിത്ത് ഈ തടിക്കഷ്ണം പോയതായിട്ട് പോലും അവർ അറിഞ്ഞു കാണത്തില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഈ 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് രണ്ട് സൈഡിലും അവരുടെ പോലീസിനെയോ ഫയർഫോഴ്സിനെയോ വിട്ട് ഈ വീട്ടുകാരുടെ സൈഡിലുള്ള വീട്ടുകാരുടെ അടുത്ത് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, വെർബലി പോയി ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തടിക്കഷ്ണം പോകുന്ന കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോകുന്ന കണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞാൽ ഇങ്ങനെ തടിക്കഷ്ണങ്ങൾ പോകുന്ന കണ്ടു. അതുപോലെ തന്നെ ഈ വീട്ടിൽ തടിക്കഷ്ണം കിട്ടി. സാധാരണ രീതിയിലൊക്കെ ഈ നാട്ടുപ്രദേശത്തൊക്കെ ഇങ്ങനെ ഈ മഴവെള്ളം വരുമ്പം തടിക്കഷ്ണങ്ങളൊക്കെ വരുമ്പോൾ അതെടുത്ത് വെക്കും. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവരറിയുന്നില്ലല്ലോ ഇത് ആക്സിഡന്റിൽ നിന്ന് വരുന്നതാണോ അതോ കാട്ടിൽ നിന്ന് വരുന്നതാണോ അതോ വേറെ എവിടെ നിന്ന് വരുന്നതാണോ. പക്ഷെ അതവർ ചോദിച്ചിരുന്നെങ്കിൽ, 1-ാം ദിവസം ചോദിച്ചില്ല, 2-ാം ദിവസമെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 3-ാം ദിവസമെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ, നമ്മളെ കംപ്ലീറ്റ് ഫോക്കസ് കരയിന് പകരം പുഴയിലേക്ക് ഫ്രം യുനോ ആ ഒരു രീതിയിലേക്ക് മാറിയാന്. അപ്പൊ ഒരു വിലപ്പെട്ട ഒരു 4-5 ദിവസം നമുക്ക് സേവ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇന്ന് ജനറൽ ഇന്ദ്രപാലൻ സർ പറയുകയും ചെയ്തിരുന്നു. അതായത് ഈ ബെൻസ് വണ്ടിക്കകത്ത് 6 ദിവസം വരെ ഓക്സിജൻ ഫെസിലിറ്റീസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അപ്പം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ, ഇതൊന്നും നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുകയല്ല, ഇതെല്ലാം SOPയുടെ ഭാഗമാണ്. അതായത് ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് 2 ഡേയ്സിൽ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് ഫുൾ സ്വിംഗിൽ ഉണ്ട്. ഐ തിങ്ക് നൗ അവര് മേജർ ഇന്ദ്രപാൽ സാറിനെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിനെ കൊണ്ടുവരികയും എക്യുപ്മെന്റ്, ലേറ്റസ്റ്റ് ഓഫ് ദ എക്യുപ്മെന്റ് വരികയും വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള കാര്യം നടക്കുകയും ചെയ്യുന്ന ബ്രീഫിംഗ് നടക്കുന്നുണ്ട്. നേരത്തെ ഒരു ഇൻഫർമേഷൻ വരുന്നില്ല, ഇപ്പം രാവിലെയും വൈകിട്ടും ഒക്കെ കൃത്യമായിട്ടുള്ള ഇൻപുട്സ് വരുന്നുണ്ട്, ബ്രീഫിംഗ് വരുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്, എന്താണ് റിസൾട്ട്, എന്താണ് ഇനി നാളെ ചെയ്യാൻ പോകുന്നത്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു രീതി വന്നു. ഡെഫിനറ്റ്ലി ആ ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം. അതിന്റെ ഭാഗമായിട്ടാണ് ഐ തിങ്ക് നമ്മൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു. യെസ്, ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിൽ ഇപ്പോൾ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ പറയുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. ഒന്ന് താങ്കളത് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. അതായത് ഈ ബോഡി ഹീറ്റ് കണ്ടെത്താൻ സാധിക്കുന്ന മെക്കാനിസം വല്ലതും ഉണ്ടോ? ബോഡി ഹീറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോഡി ഹീറ്റ് കണ്ടെത്താൻ പരിശോധന നടത്തുന്നൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ അതിന് എത്രത്തോളം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഇതാണോ, പ്രായോഗികമാണോ? അത് ഇപ്പം ഡെഫിനറ്റ്ലി അതൊരു ഇത്രയും ദിവസം കഴിയുമ്പോൾ അതിനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ തെർമൽ ഇമേജസ് വെച്ചിട്ട് ഓരോ ബോഡിയിൽ നിന്ന് എമിനേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ് കാണും. അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു പിക്ചർ, അവർക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ട്സ്, അതായത് ബാക്കി റൺ ചെയ്തിട്ടുള്ള ആ ഒരു എക്യുപ്മെന്റ് വെച്ചിട്ടുള്ള റിപ്പോർട്ടും വെച്ച് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഒരു അഡീഷണൽ ഇൻപുട്സ് ആണ് തെർമൽ ഇമേജർ വെച്ച് ചെയ്യുന്നത്. അതിനകത്ത് നാച്ചുറലി ഒരു ഹ്യൂമൻ ബോഡിയെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ അവർ നോക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ മേജർ ഇന്ദ്രപാലൻ സാർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തന്നെ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അതുകൊണ്ടും കൂടെയാണ് രാത്രി ഒരിക്കൽ കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. കാരണം രാത്രി ആകുമ്പോൾ ടെമ്പറേച്ചേഴ്സ് ലോ ആകുമ്പോൾ ഈ തെർമൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കുറച്ചുകൂടെ ഈസിയാണ് ഡിറ്റക്ട് ചെയ്യാൻ. പക്ഷെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ, അതായത് ഒരു മനുഷ്യന്റെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മാത്രമല്ല അവർ നോക്കുന്നത്. ഇത് വെച്ച് നോക്കുന്നത്, നേരത്തെ ഞാൻ കുറച്ച് നേരത്തെ ഇന്ദ്രപാലൻ സാർ എന്റെ ബ്രീഫിംഗ് വേണ്ടു കേൾക്കാന്ന്. അതായത് ഈ 2 സ്പോട്ട്സ്, ഒരു ക്യാബിൻ മാത്രമായിട്ടുള്ള സ്പോട്ടും രണ്ടാമത് അർജുന്റെ എന്ന് പറയുന്ന ട്രക്കും, അത് രണ്ടും ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി, എക്സാക്ട് പൊസിഷൻസ് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ തെർമൽ ഇമേജസും രാത്രിത്തെ ഉള്ള ബാക്കി ഡ്രോൺസിന്റെ റൺസ് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. സോ ദാറ്റ് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ഡൈവേഴ്സിന് കൃത്യമായിട്ടുള്ള ഇൻപുട്സ് നമുക്ക് മനസ്സിലാക്കണം. ഓരോ പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് റൺ ചെയ്യുമ്പോൾ ആ ഇൻപുട്സ് വരെയാണ്, ഡാറ്റ വരെയാണ്. അപ്പൊ ഡാറ്റ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ബേസിസ് വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. എനിക്കൊന്ന് ഇതിൽ കൂടുതൽ സുരേഷ് സർ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഈ വെള്ളം കുത്തി ഒഴുകുകയാണ്, മാത്രമല്ല ക്ലിയർ അല്ല. അപ്പോൾ അതും പരിശോധന സുഗമമാക്കാൻ എത്രത്തോളം അത് പ്രയോജനപ്പെടുന്നുള്ളതാണ്, സുഗമമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് എത്രത്തോളം അത് സഹായകരമാവുന്നുള്ളതാണ്. അത് നാച്ചുറലി ഡൈവേഴ്സിന് അതൊരു സീറോ വിസിബിലിറ്റി ആണ്.
ഡൈവേഴ്സിനെ സംബന്ധിച്ചുള്ള അവർക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ അവർക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. അവരെല്ലാം ഒരു വേറെ എക്യുപ്മെന്റ് ഒന്നുമില്ല. അവർ പോയി ഫിസിക്കലി ആ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാണ്. കണ്ണും വെച്ച് കണ്ട് വിഷ്വലി കണ്ട് കൈവച്ച് അവർക്ക് അത് ബാക്കിയുള്ള ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഈ വിസിബിലിറ്റി ഒട്ടും ഇപ്പൊ ഈ വെള്ളത്തിന്റെ കളർ നമുക്ക് എല്ലാവരും കാണുന്നുണ്ട്, ഒരു ഡാർക്ക് റെഡ് കളറിലെ രീതിയിലേക്കാണ്, ഒരു വെറും ചെളിവെള്ളം മാത്രമാണ്. അപ്പൊ നാച്ചുറലി അവിടെ ഒരു വിസിബിലിറ്റിയും ഇല്ല. അപ്പൊ ഈ ഡൈവേഴ്സ് താഴെ പോയാലും അവർക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു വിഷയം അതിനകത്തുണ്ട്. യെസ്, കേണൽ ടിന്നി, ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. താങ്കൾക്ക് മറ്റൊരു ചാനലിലേക്ക് പോകേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ സുരേഷ് നാരായൺ, നമ്മുടെ സൈന്യം കംപ്ലീറ്റ്ലി എക്വിപ്ഡ് ആണോ? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറേ കൂടി അത്യന്താധുനിക ഉപകരണങ്ങൾ അതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ കുറേ കൂടി ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എനിക്കറിയില്ല നമ്മുടെ സേന എത്രത്തോളം എക്വിപ്ഡ് ആണോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. കുറേ കൂടി ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള ഒരു സമയം കൂടിയല്ലേ ഇത്? ഇത് ഭയങ്കര നൂലാമാലയുള്ള ചോദ്യമാണ്. ബിക്കോസ് സൈന്യത്തിന്റെ എക്വിപ്മെന്റിനെ പറ്റിയിട്ട് എനിക്ക് ഒരു കമന്റും അടിക്കാൻ പറ്റില്ല. ഐ കനോട്ട് കമന്റ്, ഇറ്റ് ഇസ് ക്ലാസിഫൈഡ്. ഞാൻ വിരമിച്ച സൈനികനാണ്. അപ്പോ ഇതിന്റെ പരിമിതിയും ഐ ഹാവ് മൈ ലിമിറ്റേഷൻ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ടെക്നോളജി ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ അടുത്ത് നല്ല ടെക്നോളജി ഉണ്ട്. ഇതിലെ ചാലഞ്ച് നമ്മൾ അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയണത്, ഇത് ഹ്യൂമൻ ചാലഞ്ച് എന്ന് വെച്ചാൽ ഇവിടെ സഡൻലി ഈ ഏരിയയിൽ ഈ റോക്ക് ലാറ്ററൈറ്റും ലൈം സ്റ്റോണും വീക്ക് റോക്സും, അത് ഫെറസ് ഡെപ്പോസിറ്റും ഈ കളിമണ്ണും പിന്നെ ചുണ്ണാമ്പും പോലത്തെ റോക്സ്. അപ്പൊ അത് വേഗം പൊട്ടിയാത് അതാണ് ഇവിടെ. ആൻഡ് സഡൻലി ഇത് ഒരു വേറൊരു കാര്യം നമ്മൾ അത് നോക്കാത്തത്, അപ്സ്ട്രീമിലൊക്കെ മേളില് ഈ നദിയുടെ മേളിലേക്ക് ഇതിന്റെ ഒറിജിനുള്ള സ്ഥലത്ത് സഹ്യാദ്രി വെസ്റ്റേൺ ഗാറ്റ്സിൽ തുടങ്ങുമ്പോൾ അവിടെ ഒക്കെ ഭയങ്കര മഴ പെയ്തിട്ടുണ്ട്. അൺപ്രസിഡന്റഡ് റെയിൻസ് ആണ് ഉണ്ടായത്. അത് ഈ ഭൂപ്രകൃതിയിൽ ഇതൊരു ഭയങ്കര വ്യത്യാസമായിട്ട് ഇതുവരെ ഉണ്ടാവാത്ത റെയിൻഫോൾ ആണ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ട് ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട്. അത് ദാറ്റ് വി ആർ നെഗ്ലക്റ്റിംഗ്. ഇവിടെ ക്ലൗഡ് ബേസ്റ്റ് എന്തോ നടന്നിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക, ഒരു അന്തം ഇല്ലാതെ വെള്ളം വരാം. അപ്പൊ എവിടെ എന്തോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയിട്ട് അത് ദാറ്റ് ഓൾസോ നീഡ്സ് ടു ബി അണ്ടർസ്റ്റുഡ്. ഇവിടെ എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ഒറിജിനൽ ട്രിബ്യൂട്ടറീസ് ഈ ചെറിയ ചെറിയ ചാലുകളിൽ നിന്ന് ഈ നദിയിലേക്ക് ചേർന്നത്, അതൊക്കെ വീർത്ത് ആകെ ഭയങ്കര കണ്ടമാനം വെള്ളം ഇത് ഈ വഴി കൂടെ വരെയാണ്. അത് ദാറ്റ് നമ്മൾ ആ പാർട്ട് ടോട്ടലി നെഗ്ലക്ട് ചെയ്തിരിക്കും. അത് മാത്രമല്ല, ഇത് ഈ നദിയുടെ ഒഴുക്ക് അപ്പൊ ഈ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ചില ഭാഗം ആ ഫാർ ബാക്കിൽ നദിയുടെ വീതി കൂടി വരെയാണ്. അതാണ് പറ്റിയത്. ആ വെള്ളത്തിന്റെ ഒഴുക്കും ആ ചളിവെള്ളവും എല്ലാം അപ്പൊ അതാണ് കയ്യിൽ പോയത്, അതാണ് പറ്റിയത്. അപ്പൊ ദ പോയിന്റ് ഈസ് നമ്മള് നോക്കുമ്പോ പിന്നെ ഈ കറന്റ്, പിന്നെ ഈ വിസിബിലിറ്റി സീറോ ബിക്കോസ് ഓഫ് ടർബിഡ് വാട്ടർ, ചളിവെള്ളം, പിന്നെ ഇവിടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി എങ്ങനെ വരുന്നത്, അത് ഈ റോക്സ് അത്രയ്ക്ക് ദുഷ്കരമായിട്ടുള്ള അലിഞ്ഞു പോണ മണ്ണിന്റെ അടിയിൽ പെട്ടുപോണ ഒരു സംഗതിയായിരുന്നു. അതാണ് പറ്റിയത്. സോ ദർ ഇസ് ഇപ്പോ ഡിനി പറഞ്ഞ പോലെ ആദ്യത്തെ ഗോൾഡൻ ആ 2 days അത് പോയി, 3 days പോയി. ഞാൻ പറയുകയാണെങ്കിൽ 3rd day കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി വീണുണ്ടാവുക, മൈ കാൽക്കുലേഷൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒന്നും ചെയ്തില്ല. ആൻഡ് പട്ടാളത്തിന്റെ വരുത്തിക്കുന്നത് അത് മാത്രമല്ല, ദർ ഇസ് എ ഓർഗനൈസ്ഡ് ഫോഴ്സ്, NDRF, നാഷണൽ ഡിഫൻസ്. അതിന് ഈ റേസ് ചെയ്തത് പട്ടാളത്തിന്റെ റിട്ടയർഡ് പോലീസും സർവിംഗ് പോലീസും ഡെപ്യൂട്ടേഷനിൽ വരുന്നതാണ്. അവർക്ക്
ഒരു കാർട്ടെ ബ്ലാൻഷെ സാങ്ഷൻ ആണ്. ഇഷ്ടം പോലെ ഇക്വിപ്മെന്റ് മേടിക്കാൻ പൈസയുണ്ട്, അവർ മേടിക്കണമുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ചില സിസ്റ്റമാറ്റിക് ഫെയിലിയർ വന്നത് അവര് ഇതെന്താണ് ഭൂപ്രകൃതി ഇതെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് NDRF ബറ്റാലിയനിൽ കൊടുത്ത് അവർ ടോട്ടലി നെഗ്ലക്ട് ചെയ്തു. അത് എക്കണോമിക്കലി ഒരു പൂവർ ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് ദക്ഷിണ കന്നഡയിലെ എവിടെയെങ്കിലും നടന്നു വെച്ചാൽ കർണാടകയിൽ കംപ്ലീറ്റ് മെക്കാനിസം ആക്ടിവേറ്റ് ആയിരുന്നു. പക്ഷെ ഈ ഉത്തര കന്നഡയിൽ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് ആണ്. അത് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് അവിടെ പോവർട്ടിയും കൂടുതലാണ്, പാവങ്ങൾ കൂടുതലാണ്. ഇറ്റ്സ് വെരി ക്ലിയർ, ദർ ഇസ് ടോട്ടൽ നെഗ്ലക്ട്. NDRF ബറ്റാലിയൻ, ഞാൻ ചോദിക്കുന്നത് NDRF എന്താ വരാത്തത്? NDRF വന്നിട്ട് എന്താ ചെയ്തത്? ഈ ഇത്രയൊക്കെ റെയിൻസ് വന്നു, റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് വന്നിട്ടുണ്ടോ? അപ്പൊ NDRF എവിടെ പോയി? ആ സമയത്ത് അവരെ ആക്ടിവേറ്റ് ചെയ്തായിരുന്നു. അവിടെയാണ് ഫെയിലിയർ വന്നിരിക്കുന്നത്. ആ ബറ്റാലിയൻ ഡിപ്ലോയ് ചെയ്യും. നമ്മള് ഓറഞ്ച് അലേർട്ട് വരുമ്പോൾ നമ്മുടെ ഇപ്പൊ എല്ലാ ജില്ലകളിലെ NDRF ബാക്കപ്പ് ഉണ്ട്, പ്ലറ്റൂൺസ് ഉണ്ട്, എല്ലാം ബാക്കപ്പ് തയ്യാറാണ്. എന്താ അവിടെ ആവാത്തത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നീഡ് ടു ബി ആസ്ക്ഡ്. പട്ടാളം മാത്രമല്ല, വേറെ എല്ലാരും കൂടിയിട്ട്. ഇതിപ്പോ കുറെ വൈകിപ്പോഴാണ് ഈ കാർവാർ ഉള്ളപ്പോ കാർവാറിനോട് ഈ കാർവാർ പ്രൊജക്ട് സീബേഡ് വലിയൊരു നേവൽ ബേസ് ആണ്. അവർക്ക് ഭയങ്കര കഴിവുണ്ട്, അവിടെയൊക്കെ കോൺടാക്ട് ഉണ്ട്. നമ്മൾ ഒരു സിവിൽ മിലിറ്ററി ലിയൈസൺ കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മളെല്ലാം ഒത്തായ്മയിൽ അതൊക്കെ നമ്മൾ നമ്പർ ഷെയർ ചെയ്യും, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ അങ്ങനെയാണ് നമ്മൾ കൂട്ടായ്മയിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അത് കോർഡിനേഷന്റെ അഭാവം ഉണ്ടായി അല്ലേ? വ്യക്തമായ ഏകോപനത്തിന്റെ അഭാവം. ആബ്സല്യൂട്ട്ലി. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ ലാക്സിറ്റി വാസ് വെരി വെരി ക്ലിയർ. അത് സങ്കടമുള്ള കാര്യമാണ്. അത് കർണാടകയിൽ 3-4 ഡ്രൈവറും പെട്ടിട്ടുണ്ട്. നോക്കൂ പാവങ്ങൾ. അതും നമ്മുടെ അർജുൻ മാത്രമേ, കുറെ പേര് പെട്ടിട്ടുണ്ട്. ആ ലക്ഷ്മണന്റെ ചായക്കടൽ, ആ ലക്ഷ്മണനും ആ വൈഫും അയാളുടെ 2 ചെറിയ പിഞ്ചു കുട്ടികളും. അപ്പൊ നമ്മൾ നോക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു അവയർനെസ് ലെവൽ കാരണം അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം, നമ്മൾ ഡിസ്കസ് ചെയ്യണം, നമ്മൾ അത് സീരിയസ് ആയി എടുക്കണം. ഇവര് ഭയങ്കര ലാക്സും, അത് നമുക്ക് കാണാനുണ്ട്. അത് മാത്രമല്ല, ഇവിടെ വല്ല ഈ ജനങ്ങൾ വരുമ്പോ, സാധാരണ ജനക്കൂട്ടം വരുമ്പോ നമ്മുടെ അവിടെ ആണെങ്കിൽ ആരത്തിന്റെ പൊതിയൊക്കെ കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഇതൊക്കെ ഇവിടെ ഒരു ജനങ്ങളിൽ നിന്ന് മൊത്തത്തിലൊരു അഭാവം. ദാറ്റ് ഐ എം വെരി സർപ്രൈസ്ഡ്. അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പട്ടാളത്തിൽ എവിടെയൊക്കെ പോയാലും ജനങ്ങളെ എപ്പോഴും നമ്മുടെ അടുത്ത് സഹകരിക്കും, നമ്മുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യും. നമ്മളെ രാജാക്കന്മാരെ പോലെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ. അല്ല, ഇതൊരു ലെസൺ അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ പലതും പഠിക്കാനില്ലേ? അതുണ്ട്. യെസ്. ഇത് ഞാൻ നേരത്തെ ശ്രീ ഡിനിയോട് ചോദിച്ചു, ഈ ഒരു ദൗത്യം ഇനി എത്ര കാലം നീണ്ടു നിൽക്കും എന്നാണ് താങ്കളുടെ കണക്കുകൂട്ടൽ? മനുഷ്യസാധ്യം തന്നെയാണോ ഈ കണ്ടെത്തുക എന്ന് പറയുന്നത്? നമ്മൾ അങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അല്ല സുരേഷ് നാരായണ, എങ്കിലും ഒരു പിന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അത് കഴിയുമ്പോൾ ഇനിയിപ്പം പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ സംജാതമാവുമോ? ഞാൻ 2 ദിവസം എടുക്കാം, 3 ദിവസം എടുക്കാം. ഇത്രയും ഞാൻ പറയുള്ളൂ. 2 ദിവസം ക്ലിയർ ക്ലൈമറ്റ്, 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യാതെ ഇരുന്ന പിന്നെ ഒരു 6 to 8 hours ആ റിവറിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഡൈവേഴ്സ് ക്യാൻ അച്ചീവ് വണ്ടേഴ്സ്. അവർക്ക് കെട്ടിയെടുത്ത് വണ്ടി എടുക്കാം, എവിടെയെങ്കിലും ഒരു ലെവലിൽ എത്തുമ്പോൾ അത് ഭയങ്കര തീർച്ചയായിട്ടും 48 മണിക്കൂർ മിനിമം മഴ പെയ്യണമെന്ന് നിൽക്കണം. വെള്ളത്തിന്റെ ഒഴുക്ക് കുറയണം. ഇന്ന് കറണ്ട് കുറഞ്ഞാൽ നമുക്ക് സാധ്യമാണ്. അപ്പൊ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് അല്ലെ? നമുക്ക് ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ വ്യർത്ഥമാണ് ടോട്ടലി. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോഴും പറയണത് അർജുന്റെ അച്ഛനും അമ്മേനോടും നമ്മൾ പ്രതീക്ഷിക്കുക. അവനെവിടെയെങ്കിലും കരയിൽ പെട്ട് അവിടെ അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ he will come back. അങ്ങനെ അങ്ങോട്ട് പറയല്ലേ. അതിലല്ലേ നമ്മുടെ മോട്ടിവേഷൻ. തീർച്ചയായും അതെ. അത് തന്നെയാണ് അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അർജുൻ ജീവനോടെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് മലയാളികളുടെ പ്രാർത്ഥന. ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്, കുടുംബം മുഴുവൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നിർണായകമായിട്ടുള്ള തെരച്ചിലാണെന്ന് മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ പിന്നെയും അകന്ന് പോകുമ്പോൾ
പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ചിലർ. ഇതായിരിക്കാം, അത് ഞാൻ തോന്നി. പക്ഷെ നമ്മളും ഓർക്കണം, അവരെ 3-4 പേരും ഉണ്ട്, ഇനിയുമുണ്ട്. അവരും രക്ഷപ്പെട്ട് ജീവിച്ചു ഇരിക്കണമെന്നും പ്രതീക്ഷിക്കട്ടെ. നമ്മള് ലക്ഷ്മണനും എല്ലാരും. അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞങ്ങളുടെ പ്രതിനിധി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, നിലവിൽ എന്താണ് അവസ്ഥ? എന്തായാലും ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്, തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ കാരണം. പക്ഷേ ഡ്രോണിൽ ഉള്ള പരിശോധന തുടരുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എന്താണ് അവസ്ഥ? അനിൽ നമ്പ്യാർ, എന്തായാലും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന രാത്രിയിലും തുടരും എന്ന് തന്നെയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രവാൽ സൂചിപ്പിച്ചത്. അത് മാത്രമല്ല, ഇപ്പോഴും അവിടെ ഈ ബൂം ലെങ്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റ പ്രക്രിയ അതേ സ്ഥലത്ത് ഇപ്പോഴും ഈ രാത്രിയിലും തുടരുന്നുണ്ട്. അവിടെ ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, സൈന്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരടക്കം അവിടെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ മേജർ ഇന്ദ്രവാൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 ഇടങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് പുഴയിൽ. ഇതിൽ 3ാമത്തെ സ്പോട്ടിൽ അർജുന്റെ ട്രക്ക് ഉണ്ടാകാം എന്ന് തന്നെയാണ് ശക്തമായി കരുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 4 സ്ഥലങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്ന് റോഡിന്റെ സുരക്ഷാ കവചം, അതായത് ഈ സ്പോട്ടിൽ നിന്ന് ലഭിച്ച സിഗ്നലുകൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ റോഡിന്റെ സുരക്ഷാ കവചവും, 2ാമത്തെ സ്പോട്ടിൽ ഈ ടവറും, 3ാമത്തെ സ്ഥലത്ത് ഈ അർജുന്റെ ലോറിയും, ഈ 4ാമത്തെ സ്ഥലത്ത് ഈ ടാങ്കറിന്റെ ക്യാബിൻ എന്നിവയുടെ സാന്നിധ്യമാണ് എന്തായാലും ഇന്നത്തെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവ 4ഉം വെള്ളത്തിലായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നതും. എന്തായാലും ഈ അർജുന്റെ ഈ ലോറി കണ്ടെത്തിയെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് അത് റോഡിൽ നിന്ന് ഈ പുഴയിലേക്ക് ഏകദേശം 60 മീറ്റർ ദൂരെയാണ്. എന്തായാലും ലോറിയിൽ നിന്ന് തടികൾ വിട്ടുപോയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മണിയോട് കൂടെ തന്നെ ഈ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫിന്റെ സഹോദരനടക്കം, അതായത് ഈ തടികൾ കണ്ടു എന്ന് പറഞ്ഞപ്പെടുന്ന ആളുകൾ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഒരു 1.5 കിലോമീറ്റർ അകലെ, പ്രദേശത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെ 4 തടിക്കഷങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അതിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല, ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മേജർ ഇന്ദ്രവാൽ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ തടികൾ ലോറിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ട്രക്കും ഈ ക്യാബിനും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കമ്പനിയുമായി, അതായത് ഭാരത് ബെൻസിന്റെ കമ്പനിയുമായി സംസാരിച്ചപ്പോൾ അത്തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ക്യാബിൻ അത്ര എളുപ്പത്തിൽ നിന്ന് ലോറിയിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് പറയുന്നത്. എന്തായാലും ഈ സുരക്ഷാ ഉപയോഗിക്കണം, അത് പ്രത്യേകിച്ച് ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, പ്രത്യേകിച്ച് ജീവന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ള സൂചനകളൊന്നും ഉണ്ട് എന്നുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇനി രാത്രിയിലും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ തണുത്ത കാലാവസ്ഥയിൽ കുറച്ചധികം സിഗ്നൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ശക്തമാക്കുകയും ട്രക്കിന്റെ പൊസിഷൻ ഏകദേശം ശക്തമായി തന്നെ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രക്കിന്റെ കൂടുതൽ സിഗ്നലുകൾ ലഭിച്ചത് 3ാമത്തെ സ്പോട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്തും. ഏറ്റവും അടിത്തട്ടിലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുർഘടം പിടിച്ച കാര്യം എന്ന് പറയുന്നത് ഈ 3ാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ട്രക്കിന്റെ സിഗ്നൽ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഈ സ്പോട്ട് വളരെ ആഴത്തിലാണ്, അതായത് അടിത്തട്ടിലാണ്, ഏറ്റവും അടിത്തട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ നേവിയുടെ ഈ ഡൈവർ സംഘങ്ങൾക്ക് സ്വാഭാവികമായും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അടിയിൽ ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട്. അടിയിൽ മാത്രമല്ല ഈ അപ്പർ കറന്റ്, മേൽത്തട്ടിലും ഒഴുക്ക് ശക്തമാണ്. അതുപോലെ ഒരു നിമിഷം ഞാൻ ഒന്ന് ഇദ്ദേഹത്തിലേക്ക്, ശ്രീ സുരേഷ് നാരായണനിലേക്ക് ഒന്ന് പോയി വരട്ടെ, അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. ശ്രീ സുരേഷ് നാരായണ, ഇപ്പോൾ ഈ ക്യാബിനിലെ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു കാര്യം, ഈ അപകടത്തിൽപ്പെടുമ്പോൾ വാഹനം ലോക്കാകും എന്നും പറയുന്നു. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഇതല്ലേ അത്? അത് ഹെർമെറ്റിക്കലി സീൽഡ് ആണ്. അത് ചില എക്വിപ്മെന്റ് നമ്മൾ കംപ്ലീറ്റ്ലി സീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ടിരിക്കും. അത് വെള്ളവും കയറില്ല, ഒന്നും പുറത്തും വരില്ല. അത് ആ ടൈറ്റ് സിറ്റുവേഷനിൽ വരുമ്പോൾ അത് ആക്ടിവേറ്റ് ആവണതാണ്. അത് ഹെർമെറ്റിക്കലി സീൽഡ് എന്ന് പറയും. അപ്പൊ അതുപോലത്തെ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആണ് വണ്ടികളിൽ. അത് ഈ ഓരോ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, ക്രാഷും ഇതിന്റെ പോലെ. അതുപോലെ ഈ ട്രക്കിന് അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ബെൻസ് വണ്ടിയുടെ സ്റ്റാൻഡേർഡ്സ്. അത് പക്ഷെ ഇതിലൊരു ചാൻസസ് ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്കും ഡിസ്കസ് ചെയ്തു. ഈ ചില്ലുകൾ ചിലപ്പോൾ പൊട്ടിന്ന് വരാം. അപ്പൊ ചില്ലുകൾ പൊട്ടി കഴിഞ്ഞാൽ ചെതറുന്നത് ഇങ്ങനെ ക്രഷായിട്ട് ഭയങ്കര ഫൈൻ പീസസ് ആവും. അത് നമ്മുടെ സേഫ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയും പൊട്ടി ഇരിക്കാം. അങ്ങനെ ഒഴുക്കില് അർജുൻ രക്ഷപ്പെടാം. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. ചിന്ത എപ്പോഴും വേണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ചിലപ്പോൾ കുറച്ച് ഒരു ലോഗിൽ പിടിച്ചിട്ട് അർജുൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ലെറ്റ്സ് ഹോപ്പ് ലൈക്ക് ദാറ്റ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ
ഈ ആങ്കറിംഗ് എന്ന് പറയുന്നത് ഈ സീ ബെഡിൽ റിവർ ബെഡിൽ വന്നപ്പോ ഇനിയിപ്പോ ആങ്കറിംഗ് ചെയ്തിട്ട് ഇത് എടുക്കണം. ഇനിയിപ്പോ ക്രെയിൻസിന്റെ എഫേർട്ട് വേണ്ടി വരും. ഇനി ക്രെയിൻസ് വരണം. അപ്പൊ പിന്നെ എന്നാലാണ് ഇത് എടുക്കാൻ പറ്റുക. കുറച്ച് ഹെവി വെഹിക്കിൾ ആയ കാരണം. അല്ല, ഈ അപകടം നടന്ന ശേഷവും എൻജിൻ ഓഫായില്ല, മാത്രമല്ല ഈ മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും അത് നിയർലി സ്പെക്യുലേറ്റീവ് ആണ്. അത് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെയാണെങ്കിൽ ടവർ ലൊക്കേഷനും മൊബൈൽ കമ്പനി എല്ലാം എന്തെങ്കിലും ഷെയർ ചെയ്തേനെ. ഇത് തീർച്ചയായിട്ടും മൊത്തത്തിൽ എല്ലാവരും ഷെയർ ചെയ്തേനെ. പക്ഷെ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഐ എം വെരി സ്കെപ്റ്റിക്കൽ. എനിക്കൊരു വിശ്വാസം കുറവാണ് ഈ പറഞ്ഞ കാര്യത്തില്. ഈ നമുക്കൊരു അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ട് എല്ലാത്തിനും കമന്റ് അടിക്കും. നമുക്ക് അറിയാവോ അറിയില്ലേ. അപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടോ, ആരാ പറഞ്ഞതെന്ന് തന്നെ അറിയണില്ല. ഇതിന്റെ അർജുനന്റെ അച്ഛനും അമ്മയ്ക്ക് വീട്ടിലോ ആർക്കും അല്ല ഫോൺ വന്നത്. ആർക്കാ ഫോൺ വന്നതെന്ന് അറിയുന്നില്ല. ആരാണ് ഫോൺ വിളിച്ചതെന്ന് പറയുന്നത്. ഇത് വെറുതെ നമ്മൾ സ്പെക്യുലേറ്റ് ചെയ്യുന്നത്. അത് ഇതുവരെയും അത്രയ്ക്ക് സിസ്റ്റം മോശമല്ല. ഇന്ന് അറിഞ്ഞേനി ആരെ വിളിച്ചേ, ആരെ വിളിക്കാതിരുന്നേ, അത് തിരിച്ചു വിളിച്ചോ, അത് എഞ്ചിൻ ഓൺ ആയോ, അതൊക്കെ എഞ്ചിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ GPS റെക്കോർഡ് ഇത് ലൈവായിട്ട് പോകുവാണ്. അത് കിട്ടും. ലെറ്റ്സ് നോട്ട് സ്പെക്യുലേറ്റ്. കുറെ സ്പെക്യുലേഷൻ നടത്തേണ്ട ആൾക്കാർ. ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. അത് അനാലിസിസ് ആ എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ബോക്സിന്റെ ഒരു പ്ലെയിനിൽ നടത്തുന്ന പോലെ ഇതിലും ഈ എഞ്ചിന്റെ അനാലിസിസ് ചെയ്യാൻ പറ്റും. അത് ഹൈലി കമ്പ്യൂട്ടറൈസ്ഡ് എഞ്ചിനാണ്. യെസ്, എന്തായാലും ഇനിയും താങ്കളെ പിടിച്ചിരുത്തുന്നില്ല. വളരെയധികം നന്ദി ശ്രീ സുരേഷ് നാരായൺ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഞാൻ കോഴിക്കോട് ദിസ്നയുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. ദിസ്ന, വീട്ടിലെ അവസ്ഥ എന്താണ്? 10ാം ദിവസമാണ് തെരച്ചിൽ തുടരുന്നത്. വീട്ടുകാർ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നറിയാം. ആ നാട് കാത്തിരിക്കുകയാണ് എന്ന് അറിയാം. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെയായും ഉത്തരം കിട്ടിയിട്ടില്ല. അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയിട്ടുണ്ട്. അത് അർജുൻ്റെ ലോറി തന്നെയാണെന്നുള്ള സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. പക്ഷേ അർജുനെ കാണാനായി കാത്തിരിക്കുകയാണ് കുടുംബത്തോടൊപ്പം മലയാളികൾ എല്ലാവരും. ദിസ്ന, തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണാടിക്കൽ ഗ്രാമം മുഴുവൻ അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടുകൂടി. ഇന്നേക്ക് 10 ദിവസമായിരിക്കുന്നു. വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ നാട്ടുകാർക്ക് മൊത്തം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും അർജുൻ്റെ പിതാവും മാതാവും ഒക്കെ തന്നെയും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അർജുൻ്റെ അമ്മ നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഏതൊരു സാഹചര്യത്തോടും ഞങ്ങൾ മാനസികമായി പൊരുത്തപ്പെടാൻ തയ്യാറായി എന്നത് തന്നെയാണ് അർജുൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. കൂടാതെ തന്നെ അർജുൻ്റെ സഹോദരി പറഞ്ഞത് അവസാനമായി ഒരു നോക്കെങ്കിലും അർജുനെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊരു കാര്യം തന്നെയാണ് അർജുൻ്റെ സഹോദരിയും പറഞ്ഞത്. എന്തായാലും അർജുൻ്റെ അയൽവാസി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. എന്തായാലും 10 ദിവസമായി തിരച്ചിൽ നടന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഒരു ഗ്രാമം മുഴുവനല്ല, കേരള ജനത മുഴുവൻ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നമുക്കറിയാവുന്നതാണ്. നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളുടെ ഈ മാധ്യമ സുഹൃത്തുക്കളെ പോലെ തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് മിക്കവാറും ഈ ദൃശ്യങ്ങൾ കാണാവുന്ന എല്ലാവർക്കും ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഈ അർജുൻ്റെ ട്രക്കും അർജുനയുടെയും ലഭിക്കും. അത് എത്രയും വേഗം അത് ലഭിക്കട്ടെ എന്നുള്ള ഒരു ആശയോടുകൂടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഇന്നലെയും ഇന്നും ഉള്ള അനുഭവം വെച്ചിട്ട് നമുക്ക് നിരാശയാണ് ഇപ്പം വരുന്നത്. കാരണം ആരുടെയും കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥ ഇല്ലായ്മ കൊണ്ടോ ഒന്നുമല്ല. നമ്മൾക്ക് ഈ ഗംഗാവാലി പുഴയിൽ ഇന്ന് നടക്കുന്നത് വലിയ ദുഷ്കരമായുള്ള വിധത്തിലുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ആ കാലാവസ്ഥയെ അതിജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മെഷീനറികൾ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിരാശ മാറിക്കിട്ടും. ഒരു പ്രത്യാശയോടുകൂടി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഈ അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 by 1 ഒന്ന് കഴിഞ്ഞതിന് ശേഷം എന്നുള്ളതിന് പകരം അത് നിലനിൽക്കുന്ന സമയത്ത് ഒരു ബോത്ത് സൈഡ് നമ്മൾ ഈ നദിയിലും അതേപോലെ തന്നെ കരയിലും ആദ്യം തന്നെ നമ്മൾ ഈ രക്ഷാപ്രവർത്തനം, റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ
അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ നദിയിലുള്ള ഈ പ്രയാസം നമുക്ക് മുന്നേ തന്നെ കണ്ടെത്തി നമുക്ക് അത് നേരിട്ട് മനസ്സിലാക്കി ആ അർജുൻ്റെ ട്രക്കും അർജുനെയും വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിയുമായിരുന്നു എന്ന് പറയുന്നില്ല, കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമുക്കിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങളും നമുക്കിങ്ങനെ പോവുകയാണ്. നമ്മളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് അത്യാധുനിക യന്ത്രങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ യന്ത്രങ്ങളോട് കൂടി ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള ആരെയും ചിലപ്പം കോർഡിനേഷനിലോ മറ്റോ എന്തെങ്കിലും ആദ്യ മണിക്കൂറിൽ പഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം വളരെ ആത്മാർത്ഥതയോടെയും വളരെ ജാഗ്രതയോടു കൂടിയും അവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും നമുക്ക് അർജുനെ കണ്ടെത്താനോ അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രയാസം മാത്രമാണുള്ളത്. ഈ നാട്ടിലുള്ള എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമാണ് പറയാനുള്ളത്. ആ കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ മാനസികാവസ്ഥ നമുക്കൊരിക്കലും വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. പക്ഷേ ആ പിതാവിനെ ഒക്കെ തന്നെയും ഇന്ന് രാവിലെ കൂടി താങ്കൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതിൽ അർജുൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് അയാൾക്ക് വിതുമ്പൽ ഒതുക്കാൻ കഴിയാത്ത രൂപത്തിലായപ്പോൾ ഞാൻ അതിൽ നിന്ന് മെല്ലെ പിന്മാറിക്കൊണ്ട് ഒഴിവാക്കിയതാണ്. കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് അവിടെയുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അതൊരു ശരിയായുള്ള രംഗം അല്ല വരിക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ളവരും അത് കണ്ടിട്ട് ഇതുവരെ നിന്ന് ആ മാനസികാവസ്ഥയിൽ നിന്നും വ്യതിചലിച്ച് പോയാൽ നമ്മളുടെ താളം തെറ്റും. അപ്പോൾ ആ വിധത്തിലേക്ക് പോകാൻ ഒരിക്കലും പാടില്ല. നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഈ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോയാലേ നമുക്ക് ഇനിയും ഈ അർജുനെ ആ ട്രക്കും കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളുടെ എല്ലാ നമ്പരങ്ങളും മനസ്സിലൊതുക്കിക്കൊണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രത്യാശയോടുകൂടിയും മുന്നോട്ട് പോവുകയാണ്. അനിൽ, ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി തന്നെയാണ് ഒരു ഗ്രാമം മുഴുവൻ ട്രക്ക് കണ്ടെത്തി ആ ട്രക്ക് അർജുൻ ഓടിച്ചത് തന്നെയാണ് എന്ന സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നാട്ടുകാരിൽ പലരും അത് വിശ്വസിക്കുന്നില്ല എന്നാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഈ ട്രക്ക് കണ്ടെത്തി എന്നൊരു സൂചനയുണ്ട്. അപ്പോൾ അതിൽ എത്രത്തോളമാണ് നിങ്ങൾ വിശ്വാസരാണോ? അല്ല, നമ്മൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളവിടെ സ്ഥലത്തില്ല. ആ നിലയ്ക്ക് നമ്മൾ അവിശ്വസിക്കേണ്ടതായ കാര്യമില്ല. പിന്നെ അതിൽ വല്ല പാളിച്ചകളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കാലാവസ്ഥയുടെയും ആ ഗംഗാവാലി പുഴയുടെ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പം എന്തെങ്കിലും വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഉള്ള സാഹചര്യം അനുസരിച്ച് നാളെ ചെയ്യുന്ന റെസ്ക്യൂ എന്തൊക്കെ മിഷനറി വേണോ ആ മിഷനറികളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതും കൂടെ സജ്ജമാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഇതല്ല, എനിവേ നാളെ ഈ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇന്ന് ഉദ്ദേശിച്ച വിധത്തിലല്ല അതിനെന്തെങ്കിലും ഒരു നിരാശ ഒന്ന് അനുമാനിക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പം തന്നെ മറ്റൊരു ഫോം വഴി കണ്ടെത്തണം. അത് ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മെഷീനറികളെല്ലാം സാധ്യമായതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെസ്ക്യൂ ടീം തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്. കാരണം ഒന്ന് കഴിഞ്ഞതിന് ശേഷം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പോയതുപോലെ ഇപ്പോൾ 10 നാൾ കഴിഞ്ഞു, 100 ചില്ലാൻ മണിക്കൂർ ഇതിനു വേണ്ടി പോയി. അങ്ങനെ ഒരു നിമിഷം പോലും പോകാത്ത വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കാണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ടാവും. കാരണം അർജുനെയും ആ ട്രക്കും കണ്ടെത്തും എന്ന് ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. ആ പ്രതീക്ഷ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ അർപ്പിക്കുന്നു. തീർച്ചയായും അത്തരത്തിൽ വലിയൊരു പ്രാർത്ഥന തന്നെയാണ് ഇവർക്കുള്ളത്. അർജുൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്നാൽ ആ പ്രതീക്ഷകൾക്കൊക്കെ തന്നെയും മങ്ങലേറ്റിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും വളരെ വൈകാരികതയോടെയാണ് നാട്ടുകാരൊക്കെ തന്നെയും പ്രതികരിക്കുന്നത്. നാടിന് പ്രിയപ്പെട്ട ഒരുവനായിരുന്നു അർജുൻ. 19 വയസ്സിൽ കുടുംബം പോറ്റുവാൻ വേണ്ടി വളയം പിടിച്ച് ദൂരദേശത്തേക്ക് പോയ ഒരാൾ, കൂടാതെ തന്നെ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതയും ഏറ്റെടുത്തിരുന്ന ഒരാൾ. അടുത്ത
മാസം സഹോദരിയുടെ നിശ്ചയമടക്കമുള്ള ചടങ്ങുകൾ ആ വീട്ടിൽ നടക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും താൻ വന്നതിനു ശേഷം നടത്താമെന്ന് അച്ഛനോട് അർജുൻ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ആ പിതാവ് പറയുന്നത്. അവരുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും വാക്കുകളിലൂടെ പറയാൻ സാധിക്കില്ല അനിൽ നമ്പ്യാർ. എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇവർക്കുള്ളത്. ഇവർ പ്രധാനമായും പറയുന്നത് അർജുൻ മടങ്ങി വരും എന്ന് തന്നെയാണ്, മടങ്ങി വരണം എന്ന് തന്നെയാണ് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത്. കണ്ണാടിക്കൽ ഗ്രാമം മുഴുവൻ അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. യെസ്, അർജുൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ, കണ്ണാടിക്കൽ ഗ്രാമം. നന്ദി ദിസ്ന. ഞാൻ ആനന്ദിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി. ആനന്ദ്, നേരത്തെ ആ കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ഒരാൾ, ഈ അർജുൻ്റെ കുടുംബമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ പറഞ്ഞത് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ അതിൻ്റെ ഒരു അഭാവം അത് ഈ ദൗത്യത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഈ തെരച്ചിൽ സംഘം എക്യുപ്ഡ് അല്ല എന്നുള്ളൊരു പരാതി, അത് ഈ ഒരു നാട്ടുകാരൻ്റെ ഭാഗത്താണ് അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഞങ്ങളുടെ പാനലിലുള്ള 2 പേരെടുത്തും അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ സമാനമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, അപകടങ്ങൾ ഉണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനം ഫലപ്രദമായി നടത്താൻ സാധിച്ചിട്ടുണ്ട്, വിജയം കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ 10 ദിവസമായിട്ടും ഈ ഫലപ്രദമായിട്ട് നമുക്ക് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടത് തന്നെ താമസിച്ചാണ്. നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു. അങ്ങനെ ഒരു 100 കൂട്ടം സന്ദേഹങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളുമാണ് നാട്ടുകാരുടെ മനസ്സിൽ ഉള്ളത്. ഇനി പുതിയ ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ച് തെരച്ചിൽ കുറേ കൂടി ഊർജിതമാക്കാനുള്ള ശ്രമം ഈ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടോ? ഇന്ന് ആ സ്പോട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അടുത്ത ദിവസം, ഇപ്പോഴും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്, അടുത്ത ദിവസം ഏത് രീതിയിലാണ് ഈ സൈന്യം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ആനന്ദ്? അനിൽ നമ്പ്യാർ, അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ ആ പരിധി എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ തുടക്കത്തിലുള്ള ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. അത് തന്നെയായിരുന്നു നേരത്തെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണവും. തുടർന്ന് സൈന്യം ആ പ്രദേശത്തേക്ക് എത്തുന്നത് വരെ അത്തരത്തിൽ വേണ്ട രീതിയിലുള്ള എക്യുപ്ഡ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ വേണ്ടി വരും നമ്മൾ പറയാൻ. പക്ഷേ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ടുള്ള തിരച്ചിൽ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും അത്യാധുനികമായ, അതായത് 2024 മെയ്യിൽ ട്രയൽ റൺ നടത്തിയ ഐബോർഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ തിരച്ചിൽ, ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്നത്തെ തിരച്ചിൽ ഈ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലാണ്. അതിൽ നിന്ന് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളതും. ഈ തെർമൽ ഇമേജ് ഉപയോഗിച്ച് നടത്തിയ ഡ്രോൺ പരിശോധനയിൽ പക്ഷേ ഈ മനുഷ്യ ജീവന്റെ ഒരു സാന്നിധ്യം അവിടെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അവസാനമായി പറയാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല, ഉപയോഗിക്കുന്ന മറ്റ് ബൂം എക്സ്കവേറ്റർ അടക്കമുള്ള യന്ത്രങ്ങളെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിലവിൽ എക്യുപ്ഡ് ആണെന്ന് നിലവിലെ 2-3 ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ശാസ്ത്രീയമായി തന്നെയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ നേരത്തെ ഇത്തരത്തിൽ എത്തിക്കുക എന്നുള്ള ചോദ്യം പ്രശ്നമാണെങ്കിൽ കൂടി, പക്ഷേ ഇപ്പോൾ എക്യുപ്ഡ് അല്ല എന്ന് പറയുന്നതിൽ തീർച്ചയായും നമുക്ക് ഒരു പക്ഷേ ആ സ്പോട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റുള്ള സൈന്യങ്ങളോട് സംസാരിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ വിയോജിക്കേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2024 മെയ് മാസത്തിൽ, അതായത് 2 മാസങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് ട്രയൽ റൺ നടത്തി, ഡൽഹിയിലടക്കം ട്രയൽ റൺ ഉപയോഗിക്കുക ആ ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അവിടെ തെരച്ചിൽ ആരംഭിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അത്തരത്തിൽ ബൂം ലെങ്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റ പ്രക്രിയ, അതായത് 60 അടി താഴ്ചയിലേക്ക്. അപ്പോൾ രാജ്യത്തുള്ള ഏറ്റവും മികച്ച സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത്. എന്തായാലും ഈ നാളെ ഈ തിരച്ചിൽ തുടരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മേജർ ഇന്ദ്രപാൽ സൂചിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെയായിരിക്കും. അതായത് 60 മീറ്റർ പുറയിൽ നിന്ന് 60 മീറ്റർ, അതായത് ഈ കരപ്രദേശത്തിൽ നിന്ന് 60 മീറ്റർ ദൂരെ ഇപ്പോൾ 3ാമത്തെ സ്പോട്ട് എന്ന് പറയുന്ന ഈ ട്രക്കുണ്ടെന്ന്
വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് തറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സിഗ്നലുകളും ഊഹങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കും ട്രക്ക് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, ആ ഒരു പ്രദേശത്ത് തന്നെ ആയിരിക്കും തിരച്ചിൽ തുടരാനുള്ള സാധ്യത. ഇന്ന് രാത്രി തന്നെ അത്തരത്തിൽ വീണ്ടും ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ, സിഗ്നലുകൾ അതിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് തണുപ്പുള്ള കാലാവസ്ഥയിൽ അത് കുറച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നാളെ രാവിലെ വളരെ നേരത്തോടു കൂടി തന്നെ ഇത്തരത്തിലുള്ള തിരച്ചിലുകൾ ആരംഭിക്കും. മാത്രമല്ല അവിടെ വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കാലാവസ്ഥയും ഈ പുഴയുടെ കുത്തൊഴുക്കുമാണ്. കാരണം അതിശക്തമായിക്കൊണ്ടുള്ള അടിയൊഴുക്ക് കാരണം നേവി ഡൈവേഴ്സിന് ഇറങ്ങി പരിശോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അത് തുടരുന്നുണ്ട്. ഇന്നത് വീണ്ടും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വനപ്രദേശത്തോട് ചേർന്ന് കിടന്നാൽ തന്നെ മഴയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അതിഭീകരമാണ്. അതിനേക്കാൾ ഭീകരമാണ് ആ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഏകദേശം 250 മീറ്ററോളം വീതി ആ പ്രദേശത്ത് മാത്രം ഈ പുഴയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സുരക്ഷയോട് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാദൗത്യത്തിന് ഇതെല്ലാം വെല്ലുവിളികളാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പിന്മാറാൻ എന്തായാലും തയ്യാറല്ല. നാളെ രാവിലെ മുതൽ തന്നെ ആ പ്രദേശം സ്പോട്ട് ചെയ്യുകയും ഈ യന്ത്രത്തെ, അതായത് ഈ റഡാറിന്റെ സഹായത്തോടു കൂടി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് നേവിയുടെ സംഘം, ഡീപ് ഡൈവേഴ്സ് സംഘം എന്തായാലും ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തും. 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു തിരച്ചിൽ മുന്നോട്ട് പോവുക. അതിന് ആദ്യഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ക്യാബിൻ കണ്ടെത്തുക എന്ന് പറയുന്നത്, ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള പരിശോധന തന്നെയായിരിക്കും പോകുന്നത്. 2ാം ഘട്ടം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ ട്രക്ക് ആ ഭാഗത്ത്, അതായത് ഈ ലഭിച്ചിരിക്കുന്ന അതേ പ്രദേശത്ത് തന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും 2ാം ഘട്ടം എന്ന് പറയുന്നത്. 3ാം ഘട്ടം എന്ന് പറയുന്നത് ഇത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഏകദേശം 6 അടിയോളം, അത് 6 മീറ്ററോളം മണ്ണ് ഉണ്ട്. ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും 3ാം ഘട്ടം എന്ന് പറയുന്നത്. അത് ഈ ബൂം ലെങ്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയായിരിക്കും അതുണ്ടാവുന്നത്. 4ാം ഘട്ടം എന്ന് പറയുന്നത് ഈ ട്രക്ക് വലിച്ച് കരയിലേക്ക് ഇടുന്നത്. അതിനടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ട്. നന്ദി ആനന്ദ. എന്തായാലും അർജുനെ കണ്ടെത്താൻ മനുഷ്യസാധ്യമായതെല്ലാം ദൗത്യസംഘം ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ച പരാതി ആർക്കും വേണ്ട. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും